മുദ്രവായ്പ ലഭ്യമാകുന്നതിന് തടസ്സം നേരിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ പരാതികൾ പരിഹരിക്കുന്നതിന് ജില്ലാതല സമിതി രൂപീകരിക്കാൻ ജില്ലാ വികസന കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. ജില്ലയിൽ വിവിധ വകുപ്പുകൾ മുഖേന നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഏകോപനവും പുരോഗതിയും യോഗം അവലോകനം ചെയ്തു. യോഗത്തിൽ കെ. സുധാകരൻ അധ്യക്ഷനായി. മുദ്രവായ്പ ലഭ്യമാകുന്നതിന് തടസ്സം നേരിടുന്നതായും വിദ്യാർത്ഥികളിൽ പലരും വിദ്യാഭ്യാസ വായ്പ കിട്ടാതെ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നതായും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പദ്ധതികൾ പ്രാവർത്തികമാക്കുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ കാലതാമസമില്ലാതെ പരിഹരിച്ച് മുന്നോട്ടു കൊണ്ടുപോകാൻ യോഗത്തിൽ കെ. സുധാകരൻ MP നിർദ്ദേശം നൽകി. ഇതിനെക്കുറിച്ച് നിങ്ങളാണ് പറയേണ്ടത്. കാരണം നിങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്കാണ് ഇതിന്റെ പോരായ്മകൾ പരിഹരിക്കാനും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം തത്വത്തിൽ പഠിച്ച് നമ്മുടെ മുമ്പിൽ കലക്ടറുടെയും MP-യുടെയും മുമ്പിൽ ഇതിന്റെ പോരായ്മകളും ഇതിന്റെ നേട്ടങ്ങളും ഒന്ന് വ്യക്തമാക്കി പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് വേണം, എന്ത് മാറ്റം വരുത്തണം ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. കാരണം ഒരു പദ്ധതി പ്രാവർത്തികമാക്കുമ്പോൾ അതിന് പോരായ്മകൾ ഉണ്ടാകും. ആ പോരായ്മകൾ പരിഹരിച്ച് മുൻപോട്ട് പോകുന്നതാണ് പ്രായോഗികത. ആ പ്രായോഗികതയ്ക്ക് നമുക്ക് സാവകാശം വേണം, സമയം വേണം. ആ സമയം ഉണ്ടാക്കേണ്ടവർ നിങ്ങളാണ്, ഞാനാണ്. ആ സമയം ഉണ്ടാക്കി നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. DPC ഹാളിൽ നടന്ന യോഗത്തിൽ കലക്ടറുടെ ചുമതലയുള്ള ADM C. പത്മചന്ദ്രക്കുറുപ്പ്, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ രാജേഷ് കുമാർ, ജനപ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.